ശരിയായ ചാനല് സത്യവും ധർമ്മവും നീതിയും പാലിക്കുന്ന ചാനലുകളാണ് തന്നെ. സത്യവും ധർമ്മവും നീതിയും ന്യായവും പാലിക്കുന്ന ശരിയായ റിപ്പോർട്ടുകളും കാര്യങ്ങളും കൊടുക്കണം. അല്ലാതെ ഇതിനകത്ത് കുറച്ചൊക്കെ വളച്ചൊടിച്ച്, കുറച്ചൊക്കെ കള്ളത്തരം പറഞ്ഞ്, കുറച്ചൊക്കെ ഇതിനകത്ത് അങ്ങനെയൊന്നും വ്യാകരണമൊന്നും കയറ്റി അങ്ങനെ ചെയ്യുന്നത് അധർമ്മമാണ്. അതുകൊണ്ട് ഇതാ ഒരാൾ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അച്ഛനെ കൊന്നു എന്ന് വേണം പറയാൻ എന്നൊക്കെ ചിലരൊക്കെ സംസാരിച്ചു, ചില ചാനലുകാർ. നിങ്ങൾ അങ്ങനെ വേണം പറയാൻ. അതായത് എന്റെ അച്ഛനെ എനിക്ക് കൊന്നിട്ട് എന്താ നേടാൻ? അച്ഛനെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടെ? മനസ്സിലാക്കണം. എന്റെ അച്ഛൻ അതായത് ഈ ക്ഷേത്രത്തിന്റെ ആചാര്യ ഗുരുവാണ്. അതായത് ഈ ക്ഷേത്രത്തില് ഷടാധാര ആദിവാസ മഹാലിംഗ ക്ഷേത്രം നിർമ്മിച്ച് എന്റെ അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ്. ഈ ആറാലുമൂടി മാർക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ്. അപ്പൊ ചുമട്ട് തൊഴിലാളിയായിരുന്ന ഞാനും അതുപോലെ ഒരു കൂലിപ്പണി, ഞാൻ പ്ലംബിംഗ് പണി, ഉയരം പണി ഇതെല്ലാം ചെയ്ത് ഞാനും ഒരു കട ഇട്ടിരുന്നു, ഇലക്ട്രിക്കൽ കട, മോട്ടോർ വൈൻഡിങ്ങിന്റെ കട എല്ലാം ഇട്ടിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ പുതുമന തന്ത്ര വിദ്യാലയത്തിൽ പീഠത്തിൽ പോയി ഈ ക്ഷേത്രം വന്നതോടുകൂടി അച്ഛനാണ് ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്. അപ്പം പൂജ ചെയ്യാൻ ആള് വേണം, വെളിയിൽ നിന്ന് എടുത്തു വയ്ക്കാനുള്ള സാമ്പത്തികമില്ല നമുക്ക്. അപ്പം പൂജ ചെയ്യാൻ ആള് വേണം. അപ്പം പുതുമന തന്ത്ര വിദ്യാലയ പീഠം മഹേശ്വരൻ നമ്പൂതിരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പോയി ഞാൻ ആ ഗുരുവിൽ നിന്നാണ് വിദ്യ പഠിച്ചത്. എന്റെ അച്ഛനും എനിക്ക് വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛനും പൂജാതി കർമ്മങ്ങളൊക്കെ അറിയാം, അച്ഛനും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് എന്റെ അച്ഛൻ ഈ ഭഗവാനെ ഷടാധാര പ്രതിഷ്ഠ, ലിംഗപ്രതിഷ്ഠ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ നാട്ടുകാരെ എല്ലാം വിളിച്ച് കാണിച്ചു തരാം. ഈ നാട്ടുകാരെ എല്ലാം വിളിച്ച് ട്രസ്റ്റ് അംഗമാക്കി ഈ ഇവിടത്തുള്ള എല്ലാവരെയും ഈ ട്രസ്റ്റ് അംഗമാക്കി തന്നെയാണ്, നാട്ടുകാരെ സഹകരിപ്പിച്ച് തന്നെയാണ് ആദ്യത്തെ 2017 ഷടാധാര മഹാലിംഗ പ്രതിഷ്ഠ ചെയ്തത്. ഈ നാട്ടുകാരെ സഹകരിപ്പിച്ചു. നാട്ടുകാരുമായിട്ട് നല്ല ഇതായിട്ട് തന്നെയാണ് ഈ ഉത്സവം, ആദ്യത്തെ ഉത്സവം വെച്ചത്. അപ്പൊ ഉത്സവം വെച്ചപ്പോ നാട്ടുകാർ ആ രീതിയിലല്ല സഹകരിച്ചത്. അതായത് അത്രയ്ക്ക് അച്ഛൻ്റെ അടുത്ത് ആ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് വെച്ച് പുലർത്താൻ പറ്റൂല, അവർക്ക് അതൊന്നും പറ്റൂല. അതായത് ഈ ക്ഷേത്രത്തിന് അത്രയ്ക്ക് അവരെ രീതിയിൽ അവർക്ക് കൊണ്ടുപോകണം. ആ ആചാരങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും പറ്റില്ല. അപ്പൊ അവർക്ക് രണ്ടാമത്തെ ഉത്സവം വെച്ചപ്പോൾ നമ്മൾ നോട്ടീസ് വെച്ചപ്പോഴത്തേക്ക് ഞാൻ പറയുന്ന കേക്ക് നിങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ അകത്ത് പോകണം. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അടുത്ത ഉത്സവം വെച്ചപ്പം ഇവരെ പേരൊന്നും വെച്ചില്ല. അതിന്റെ വാശിയും വൈരാഗ്യവും ഇപ്പൊ ഒരു സാഹചര്യത്തില് ഈ നാട്ടുകാരെ നമുക്കങ്ങ് എതിരായി. അത് സത്യമുള്ള കാര്യമാണ്. അപ്പൊ അച്ഛൻ എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛന് ഭയങ്കര സങ്കടമായിപ്പോ ഈ നാട്ടുകാർ ഈ രീതിയിൽ പെരുമാറിയപ്പം. അപ്പം അച്ഛന് സമാധിയാവുന്ന സമയം അപ്പം ഋഷിപീഠം എന്ന് പറയുന്ന അച്ഛൻ ധ്യാനിക്കുന്ന സ്ഥലമാണ് അവിടെ. അച്ഛൻ എത്രയോ കാലത്തിന് മുമ്പ് മരുത്തോമല അച്ഛൻ്റെ ഒരു ആശ്രമമൊക്കെ ഉണ്ട്. അതൊക്കെ അച്ഛൻ പിന്നെ ഈ നാട്ടിലുള്ളവരതൊക്കെ തന്നെയാണ് അവിടെ പണി ചെയ്തത്. മരുത്തോല ആശ്രമമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് സമാധി ചടങ്ങുകളൊക്കെ പോയിട്ടുള്ളതാണ്. കോമ്പൈ സിദ്ധാശ്രമം, ഈത്താമൊഴിയിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പം അച്ഛൻ ഒരുപാട് ഈ സമാധി ചടങ്ങുകളും ഈത്താമൊഴിയിൽ സ്വന്തമായിട്ട് മരുത്തമലയിൽ കോമ്പൈ സിദ്ധാശ്രമമുള്ള ആളായിരുന്നു. അപ്പം എന്റെ അച്ഛൻ അവിടെ അയ്യാവൈകുണ്ഠ സിദ്ധാശ്രമത്തിന് അച്ഛൻ ഈ ഒരു ആശ്രമം ദാനം കൊടുത്തു. അവിടെയുള്ള സ്വാമിമാർക്ക് ധ്യാനിക്കാൻ വേണ്ടി ദാനം കൊടുത്തിട്ട് അച്ഛനാണ് ഈ ശ്രീകോവിൽ നിർമ്മിച്ചത്. അത്രയും യാതനകൾ സഹിച്ചാണ് അച്ഛൻ ഈ ശ്രീകോവിൽ നിർമ്മിച്ചത്. അപ്പം ഈ അത്രയ്ക്ക് ഈ നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്തതിന്റെ ആ വ്യാവ് മൊത്തം ഈ ഒരു കാര്യത്തിൽ കാണിച്ചു. എന്റെ അച്ഛൻ സമാധിയാവാൻ സമയമായപ്പോൾ എന്റെ അച്ഛൻ പറഞ്ഞ് അതായത് ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആർക്ക് വേണോ തൊടാൻ, കാണാൻ, എല്ലാം ചെയ്യാം. പക്ഷെ ജീവൽ സമാധി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ സമാധി ചടങ്ങ് കാണാൻ പാടില്ല. ശ്രീനാരായണ ഗുരു സമാധിയായ സമയത്ത് പോലും തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശിഷ്യനെ വിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചത്. പ്രിയ ശിഷ്യ മാത്രം, ശ്രീ നാരായണ ഗുരുസ്വാമി. എല്ലാവർക്കും അറിയാം നാരായണ ഗുരുവിന്. അല്ലാത്ത ഈ ലോകത്ത് ആരുമില്ല. ലോകം മൊത്തം നിറഞ്ഞു മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത ആളാണ് ശ്രീ നാരായണ ഗുരു. അപ്പം ഈ ശ്രീ നാരായണ ഗുരു സ്വാമി ചെയ്തതുപോലെ പ്രിയ ശിഷ്യനെ മാത്രം നിർത്തിയാണ് ആ സമാധി ചടങ്ങ് നടത്തിയത്. അപ്പൊ പ്രിയ ശിഷ്യന്റെ അടുത്ത് മാത്രം. അതുപോലെ മക്കളെ, നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ, ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ്, ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ അവിടെ നിന്ന് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല. വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ ഉണർത്തി, കുണ്ടലിനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ്, ചൈതന്യമേറുന്ന സമയമാണ്. ആ സമയം മക്കളെ ആരും കാണാൻ പാടില്ല. നീ തന്നെ എന്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛന്റെ ആജ്ഞയാണത്. ആ സമയം പാടില്ല. ആ ബ്രാഹ്മ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. അതെല്ലാം ഞാൻ ചെയ്ത്. അപ്പം ആ സമാധിയിൽ അച്ഛൻ ചെന്ന് മയിലാടിയിൽ നിന്ന്, അതായത് 5 വർഷത്തിന് മുമ്പേ അച്ഛൻ മയിലാടിയിൽ നിന്ന് ഈ പത്മപീഠക്കല്ല്, അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കല്ലും വൈരിടാനുള്ള ദിളക്കല്ലെല്ലാം അച്ഛൻ ഓർഡർ ചെയ്ത് 5 കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ്.
പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ട് അച്ഛൻ്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗത ചക്രത്തിൽ ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും. അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ്. ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല. ഞാൻ ചെയ്തത് തെറ്റല്ല, എനിക്കത് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ഇത് നാട്ടുകാർ പറയുന്നത് അതല്ല, നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്തതിന്റെ. അപ്പൊ ആ സമയത്ത് എന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 11:30 മണിയായപ്പോൾ എന്റെ അച്ഛൻ വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം സമാധിയായി. അത് കഴിഞ്ഞ് ഓരോ ചടങ്ങുകൾ എന്റെ ചേട്ടൻ അപ്പൊ കമ്പനിയിലായിരുന്നു. ഞാൻ വിളിച്ചു, ചേട്ടനെ അറിയിച്ചു. ചേട്ടൻ വന്ന് പൂജാദ്രവ്യങ്ങൾ കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ സമയം മുതലുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളെല്ലാം ചെയ്ത് പകൽ സമയമാണ്. ആദ്യം എല്ലാവരും ഓർക്കണം, പകൽ സമയമാണ്. രാത്രി 10 മണിക്കൂർ കഴിഞ്ഞാണ് ഭസ്മം, ചന്ദനം, പൂജ, അത് കർപ്പൂരം, എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളും വിട്ട് അച്ഛന് അനാഗത ചക്രം വരെ, അതായത് ഉയരോട്ട് മൂടാൻ പാടില്ല. അതായത് ഈ അനാഗത ഹൃദയം എന്ന് പറയുന്ന അനാഗത ചക്രം കഴിഞ്ഞ് ഉയരോട്ട് പോകാൻ പാടില്ല. അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധ ദ്രവ്യം നിമഞ്ജനം ചെയ്തിരിക്കുകയാണ്. ആ സമാധിയിൽ അച്ഛൻ ലയിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്, മന്ത്രമൂർത്തിയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഉയർച്ച ഇനി അങ്ങോട്ടാണ്. ഇനി അത് മനസ്സിലാക്കി ഇനി ക്ഷേത്രത്തിന്റെ വളർച്ച ഇനി അങ്ങാണ്. അപ്പൊ അച്ഛൻ സമാധിയായാൽ ഇനി അങ്ങോട്ട് ഈ ഉയർച്ചകളുണ്ടാകും. അച്ഛന്റെ ആ സമയം തന്റെ ഈശ്വരനിൽ ലയിക്കുന്ന, ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്. ആ സമയത്ത് അച്ഛൻ അപ്പൊ അതിനായി ഇതെല്ലാം പൊളിച്ചെടുക്കണം, നാട്ടുകാർക്ക് പൊളിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഈ ട്രസ്റ്റിലുള്ള ഭാരവാഹികൾ കാലത്ത് വന്നിട്ട് ഇവിടെ വന്ന് അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 3:30 ആയപ്പോൾ പോസ്റ്റർ കൊണ്ടുവിട്ടിച്ച്, വെളുപ്പാങ്കാലം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ പുഴയെ കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ച് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ച്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ്. അപ്പൊ ഇതെല്ലാം ഇവിടെ അമ്പലം വളരുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കുടുംബമായിട്ട് ഇത് വച്ചിരിക്കാൻ പാടില്ല, അവർക്ക് വേണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ അവിടെ കൊണ്ടുവന്ന് 3 പോസ്റ്റർ ഒട്ടിച്ചിട്ട് 3:30 ആയിട്ട് നമുക്ക് വാർഡ് കൗൺസിലറെ വിളിച്ചറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരം വെളുത്തിട്ടാണ് വാർഡ് കൗൺസിലറെ വിളിച്ചറിയിച്ചു. അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടെ നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഒരു കാര്യം പറയണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ആരെ അറിയിക്കാതെ നിങ്ങൾ ചെയ്തു കളഞ്ഞ് നിന്റെ അച്ഛനെ വലിച്ചു കീറി നിന്നെയൊക്കെ അകത്താക്കി തരണ കാണിച്ചു തരാന്ന്. മനസ്സിലായില്ലേ?